ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ. അപ്പോൾ പൊതുവെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റണില്ല, ഒന്നും ചെയ്യാനും ഗാർഡനിലാണെങ്കിലും ഒന്നും ചെയ്യാനും പറ്റണില്ല. അപ്പോൾ ഇങ്ങനെ ചെടിമേലൊക്കെ വെള്ളമായിട്ടും പൂക്കളൊക്കെ കൊഴിഞ്ഞും ഒരുമാതിരിയായിട്ടാണ് ഇരിക്കണത്. ഒത്തിരി പണിയുണ്ട്, ഗാർഡനിൽ കുറേ പണിയുണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ. പിന്നെ അതുപോലെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഒരു ഭംഗിയില്ലാണ്ടായിരിക്കണത്. അപ്പോൾ ഇവരിനെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഒരു ദിവസമൊക്കെ നമ്മൾ മഴയത്ത് കൊണ്ടുവന്ന് വെച്ച് ഇവർ നല്ല ഉഷാറാവും. ആ ഇലയിലുള്ള പൊടിയൊക്കെ പോയി നല്ല ഭംഗിയിലായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇവനെ ഒന്ന് വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവനൊന്ന് കാട് പിടിച്ച് വന്നിരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഇങ്ങനത്തെ കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്. കൂണൊക്കെ വാങ്ങി കിട്ടിയ പാത്രങ്ങളാണേ. അങ്ങനത്തെ കൂണ് വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കൂടുതലും. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്തു, ഒരു 2 പാത്രമാക്കി വെച്ചു. ഇങ്ങനെ ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ചിട്ട് അതിൽ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടി ഒരു ഉറപ്പുണ്ടാവുമല്ലോ. എന്നിട്ട് ഞാനിങ്ങനെ ഈ തൂങ്ങിക്കിടക്കുന്ന പീസോളെല്ലാം ഒന്ന് വെട്ടി ഒന്ന് അവനെ മുട്ട അടിച്ചു കേട്ടോ. ഇതിനൊരു ചെറിയ പശയുണ്ട്, നമ്മുടെ കയ്യിൽ കണ്ട ഒരു വെളുത്ത പശ കാണാം. അപ്പോൾ ഇവനൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കട്ടെ. പിന്നെ ഈ ചട്ടി കണ്ട, വെള്ള ചട്ടിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അവന് സോപ്പിട്ടൊന്ന് കഴുകി സുന്ദരക്കുട്ടപ്പനാക്കി ഒന്ന് വൃത്തിയിൽ വെക്കണം. അപ്പം ഞാൻ പിന്നെ ഈ ചെടീനെയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് പുറത്ത് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അവന് ആ പൊടിയൊക്കെ ഒന്ന് പോയി നല്ല ഉഷാറാവട്ടെ. അപ്പോൾ ഇപ്പോഴും ഉഷാറൊക്കെ തന്നെയാണ്, കുറവൊന്നുമില്ല, എന്നാലൊരു ഭംഗിയിലെടുത്തത്. ഇതാണ് എൻ്റെ തോട്ടം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, മഴയൊക്കെ ഒന്ന് തോർന്നുണ്ട്. അപ്പോൾ എന്നാ ഫ്ലവർ വേസിലെ ദൈവത്തിൻ്റെ അവിടെ ഞാൻ പൂക്കൾ വയ്ക്കും. ഒറിജിനൽ പൂവാണ് വയ്ക്കുക, പ്ലാസ്റ്റിക് വയ്ക്കാറില്ല. അപ്പോൾ എന്നാൽ കുറച്ച് പൂക്കളൊക്കെ എടുത്ത് ഫ്ലവർ വേസിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ കണ്ടേ റോസൊക്കെ ഇതള് കൊഴിഞ്ഞു, നിറയെ വെള്ളമായിട്ടേ. അപ്പോൾ ഞാൻ ഈ എവർഗ്രീൻ്റെ ഇലയും അതുപോലെ എനിക്ക് കുറച്ച് പൂക്കളെ കിട്ടിയുള്ളൂ കേട്ടോ. സ്നോ പോൾസ് എന്ന് പറഞ്ഞത് നിങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ സ്നോ പോൾസ് എന്നാണ് പറയുക. തെച്ചി പോലത്തെ പൂക്കളില്ലേ അത്. അപ്പോൾ ലന്താനിയും അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 ഗ്ലാസ്സിലേ വയ്ക്കുക. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വയ്ക്കും, ഒന്ന് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അവിടെ വയ്ക്കും കേട്ടോ. ഇപ്പോൾ മഴ തോർന്നിരിക്കുക, അപ്പോൾ അത് നമുക്ക് വയ്ക്കാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് പാത്രത്തിലെല്ലാം മണ്ണൊക്കെ നിറച്ചു. എന്നിട്ട് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ അടിഭാഗത്തെ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഇതിലെല്ലാം അത് കുത്തി വെച്ചു. ഇനി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് പിടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി, അതുപോലെ തൈര് വട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കേ.